കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായ പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ അല്പസമയത്തിനകം പള്ളിവാളിന്റെയും കാൽച്ചിലമ്പിന്റെയും ധ്വനികളും ആത്മസമർപ്പണത്തിന്റെ ചുടുചോരയുമായി ചെമ്പട്ടുടുത്ത കോമരങ്ങളും പതിനായിരക്കണക്കിന് ഭക്തരുമാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ക്ഷേത്ര നഗരിയെ ഭക്തിയിൽ ആറാടിച്ചാണ് കാവുതീണ്ടൽ. കിരൺ കുമാർ ചേരുന്നു. കിരൺ, അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. രോഹിണി, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അശ്വതി കാവുതീണ്ടൽ നടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊടുങ്ങല്ലൂർ കാവ് മുഴുവൻ തന്നെ ഭക്തിസാന്ദ്രമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവർ അമ്മയോടുള്ള തങ്ങളുടെ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ തൃച്ചന്ദ്ര ചാർത്ത് ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഈ അശ്വതി കാവുതീണ്ടലിന് മുന്നോടിയായിട്ടാണ് തൃച്ചന്ദ്ര ചാർത്ത് ക്ഷേത്രത്തിൽ നടക്കുക. അതീവ രഹസ്യമായിട്ട് നടക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രത്തിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം ഈ ചടങ്ങിനായിട്ട് തന്നെ വേണ്ടിവരും. ഇതിന് ശേഷമാണ് ഈ വിശ്വപ്രസിദ്ധമായിട്ടുള്ള അശ്വതി കാവുതീണ്ടലിലേക്ക് കടക്കുക. 3 മണിയോടുകൂടി തന്നെ കാവുതീണ്ടൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാവുതീണ്ടലിന് മുന്നോടിയായിട്ട് തന്നെ കോട്ടയം കോവിലകത്തെ രാജാവിൻ്റെ പ്രതിനിധി അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ വന്നിരിക്കും. അതിനുശേഷം പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഇന്നത്തെ ദിവസത്തെ, അതായത് തൃച്ചന്ദ്ര ചാർത്ത് പൂജ, ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന അടികൾ അവർ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് രാജാവിൽ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്യും. അതിനുശേഷം രാജാവ് അനുമതി കൊടുക്കുന്നതോടുകൂടി പട്ടുകൂട ഉയർത്തിക്കൊണ്ടാണ് അശ്വതി കാവുതീണ്ടലിന് അനുമതി ലഭിക്കുക. ഈ സമയം കാവുതീണ്ടാനായിട്ട് അനുമതികളുള്ള ഓരോ സംഘങ്ങളും അവർ കാവുതീണ്ടൽ ആരംഭിക്കും. ഈ കാവുതീണ്ടൽ പൂർത്തിയാക്കി ക്ഷേത്രത്തിലെ നട ഈ മീനഭരണി ഉത്സവം പൂർത്തീകരിച്ചുകൊണ്ട് നട അടക്കും. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ കൊടുങ്ങല്ലൂരിലേക്ക് എത്തി ഈ പല ഭാഗങ്ങളിൽ നിന്നുള്ള കോമരങ്ങളെല്ലാം തന്നെ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നും അടക്കം നിരവധി ഭക്തരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കൊടുങ്ങല്ലൂർ കാവിലെത്തി അവർ ഇന്നത്തെ ദിവസത്തെ ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവരുടെ ഭക്തി അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ തൃച്ചന്ദ്ര ചാർത്ത് ചടങ്ങ് കൂടി പൂർത്തീകരിച്ച് ഇറങ്ങുന്നതോടുകൂടി തന്നെ രാജാവ് പിന്നീട് ഈ അശ്വതി കാവുതീണ്ടലിന് അനുമതി കൊടുക്കും. അശ്വതി കാവുതീണ്ടലോടുകൂടി തന്നെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവം സമാപിക്കുന്നതായിരിക്കും. രോഹിണി, കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംഘങ്ങളായാണല്ലോ അവിടെ അശ്വതി കാവുതീണ്ടലിനായി കോമരങ്ങൾ എത്തുന്നത്. ഈ സംഘങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ ഒത്തുചേർന്നിട്ടുണ്ടോ? കാരണം അല്പസമയത്തിനകം തന്നെ കാവുതീണ്ടൽ നടക്കും എന്നറിയാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ഇവർ ഒരുമിച്ചുള്ള പ്രയാണമായിരിക്കുമോ കാവുതീണ്ടൽ? തീർച്ചയായിട്ടും രോഹിണി, ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചതാണ്. ക്ഷേത്രത്തിലെ ഈ പതിവ് ചടങ്ങുകൾ, ഈ മറ്റ് ഉഷപൂജ അടക്കമുള്ള പൂജകൾ, അതൊക്കെയെല്ലാം തന്നെ ഇന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് ഈ തൃച്ചന്ദ്ര ചാർത്ത് ചടങ്ങ് ആരംഭിക്കുക. ഇത് അതീവ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. ദാരികരെ വധിച്ചതിന് ശേഷം ദേവി ദിനരാത്രങ്ങൾ നീണ്ടുന്ന ഈ പോരാട്ടത്തിനൊടുവിൽ പിന്നീട് തിരികെ എത്തുകയും പരിക്കേറ്റിട്ടുള്ള ദേവിയുടെ ശരീരത്തിലെ മുറിവുകൾ ഉണക്കാൻ നടത്തിയിട്ടുള്ള വൈദ്യ ചികിത്സയാണ് ഈ തൃച്ചന്ദ്ര ചാർത്ത് എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ അതീവ രഹസ്യമായിട്ടുള്ള രീതിയിലാണ് നടക്കുക. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റ് ചടങ്ങുകളിലേക്ക് കയറും. ഈ സമയത്തെല്ലാം തന്നെ പല സംഘങ്ങൾ, ഈ കോമരങ്ങളുടേതായിട്ടുള്ള സംഘങ്ങളെല്ലാം തന്നെ കാവിനെ വലം വെച്ച്, ദേവിയെ വലം വെച്ച് തൊഴുതു മാറിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഈ കാവിൻ്റെ ചുറ്റുമായി തന്നെ കോമരങ്ങൾ അവരുടെ തുള്ളലൊക്കെ എല്ലാം കഴിഞ്ഞ് ഇനി ഈ കാവുതീണ്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ഇങ്ങോട്ട് പുതിയതായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങൾ, ആ സംഘങ്ങൾ അവരുടെ കാവുതീണ്ടൽ മുന്നോടിയായിട്ടുള്ള ദേവിയെ ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ടുള്ള മറ്റ് ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. മാത്രമല്ല ഈ സമയത്തുള്ള പ്രത്യേകത, ഇവർ ദേവിക്ക് ആയി കൊണ്ടുവന്നിട്ടുള്ള പ്രസാദങ്ങൾ അത് അർപ്പിക്കും. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രസാദങ്ങൾ സമർപ്പിക്കുക. ഈ ഭക്തർ ഈ ചടങ്ങ് കൂടി പൂർത്തീകരിച്ചതിന് ശേഷം
ഏതായാലും തൃച്ചന്തര ചാർത്തും കൂടി കഴിഞ്ഞ് രാജാവ് അനുമതി നൽകുന്നതോടുകൂടി തന്നെ അശ്വതിക്കാവ് തീണ്ടലിന്റെ ചടങ്ങിലേക്ക് ആരംഭിക്കും. കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടിൽ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ടായിരിക്കും അവർ ഈ കാവ് തീണ്ടൽ പൂർത്തീകരിക്കുക. എന്നാലും ഈ കാവ് തീണ്ടൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. രോഹിണി. ശരി, അശ്വതി കാവുതീണ്ടൽ അല്പസമയത്തിനകം കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.